ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി പലഹാരമാണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ചെറുപയറാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഒരു കപ്പ് ചെറുപയർ ഇതുപോലെ കുതിർത്തെടുത്ത് നല്ലോണം കഴുകിയെടുത്തതാണ്. അതിന് ഇതുപോലെ കുക്കറിലിട്ട് കൊടുക്കാം. ഇനി അതേ അളവിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ പയറിൻ്റെ മുകളിലായി ഇങ്ങനെ നിൽക്കുന്ന രീതിയിൽ മതി വെള്ളം. അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ വെള്ളമൊക്കെ വെറ്റി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ചെറുപയർ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അരക്കപ്പ് തേങ്ങയാണ്. ഇപ്പോൾ അരക്കപ്പ് ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ അല്പം ഏലക്കയും ചെറിയ ജീരകവും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ അല്പം ശർക്കരപ്പാനിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളത്. ഇത് ഞങ്ങളുടെ നാട്ടിൽ വെല്ലം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നല്ലോണം ഉരുക്കിയെടുത്ത് നല്ലോണം അരിച്ചെടുത്ത് അതിൽ അഴുക്കൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടും. അപ്പോഴേ നമുക്ക് കയ്യിൽ വെച്ച് നല്ലോണം ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇളക്കി കൊടുക്കുന്നുള്ളത്. ഇനി ഇതിനെ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാൻ എളുപ്പത്തിനാണ് ഇങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കയ്യിൽ വെച്ച് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ഇത് ഉരുട്ടിയെടുക്കും. ഞാൻ ഈ ഒരു സൈസിലാണ് ഇത് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ചെറുപയറിൽ എനിക്ക് ഇത്രയും ബോൾസാണ് ഞാൻ ആക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അതിനായി ഒരു ബൗൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അതിൽ അരക്കപ്പ് അതേ അളവിൽ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും അല്പം ഉപ്പും കളറിന് ആവശ്യത്തിനുള്ള അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി ബാറ്റർ ഒന്ന് ലൂസാക്കി എടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതുപോലെ. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് മാവ് വേണ്ടത്. ഇത്രയും മതി. ഇനി ഇതിലേക്കൊന്ന് നമ്മൾ നേരത്തെ ബോൾസാക്കി വെച്ച ചെറുപയർ കൂട്ട് ഇതിലൊന്ന് മുക്കി ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് ഇതിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഓരോ ബോൾസും ഇതുപോലെ ഫുള്ളായിട്ട് ഇതുപോലെ കവർ ചെയ്ത് വേണം ഇട്ട് കൊടുക്കാൻ. ഇല്ലെങ്കിൽ എണ്ണയിൽ നിന്ന് ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ബാറ്റർ നല്ലോണം ലൂസാക്കി എടുക്കരുത്. അല്പം കട്ടിയോട് കൂടിയിട്ടാണ് നമ്മൾ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. അങ്ങനെ ഇപ്പം നമ്മുടെ ചായക്കടയിലൊക്കെ കാണുന്ന നല്ല സുഖിയൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണിത്. നമ്മുടെ ഒരു നാടൻ പലഹാരം കൂടിയാണിത്. വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെ എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും എന്നറിയാം. എങ്കിലും ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യാതെയോ അറിയാതെയോ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ ഒരു റെസിപ്പി ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇതെല്ലാ സൈഡും ഒന്ന് ഇതുപോലെ ഒന്ന് മൊരിച്ചെടുക്കണം. അപ്പോൾ ഒരു നല്ലൊരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറായി കിട്ടും. അപ്പോൾ ഓൾറെഡി ഇതെല്ലാം വെന്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ കുറേ സമയം ഇങ്ങനെ എണ്ണയിലിട്ട് മൊരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു കളറാകുമ്പോൾ ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ ഇപ്പോൾ സുഖിയാൻ തയ്യാറായിട്ടുണ്ട്. ഇന്നത്തെ റെസിപ്പിയിൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ആ ബെല്ലൈക്കൺ ഓണാക്കി ഇടുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടേത് ആ സുഖിയാനൊക്കെ നല്ല ചൂടോട് കൂടി തന്നെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഇതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഉള്ളിൽ പയറൊക്കെ നല്ലോണം ഇങ്ങനെ സോഫ്റ്റായിട്ട് കിടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റും കൂടിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതിൽ അളവൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം മധുരമൊക്കെ. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.